ഡിജിറ്റൽ റുപ്പി ഇന്ന് യാഥാർത്ഥ്യമാകുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നേരിട്ട് ഡിജിറ്റൽ രൂപ ഇറക്കുന്നത് ഇതാദ്യം. എന്താണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്ന ഈ റുപ്പി എന്ന് നമുക്കൊന്ന് അറിയണ്ടേ? ഒരു എക്സ്പ്ലെയിനറുമായി, അതായത് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കൂടുതൽ വിശദീകരിച്ച് തരാനായി ഹാഷ്മി താജ് ഇബ്രാഹിം ചേരുന്നു മോർണിംഗ് ഷോയിൽ. എന്താണ് ഡിജിറ്റൽ റുപ്പി? ഇത് ക്രിപ്റ്റോ കറൻസി ആണോ? ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഡിജിറ്റൽ ഇടപാടുകളുമായി എന്താണ് വ്യത്യാസം? ഇതിൽ ആർക്കൊക്കെ ഇടപാടുകൾ നടത്താം? റിസർവ് ബാങ്ക് ഈ റുപ്പി അവതരിപ്പിക്കുമ്പോൾ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളിലേക്കാണ്. സ്മോൾ ലെറ്റർ ഇ, രൂപയുടെ അടയാളം, പിന്നെ ഡബ്ല്യു. ഇനി നമ്മുടെ മുന്നിൽ ഏറെ വരാൻ പോകുന്ന ഈ അടയാളത്തിന്റെ അർത്ഥം ഈ റുപ്പി ഹോൾസെയിൽ എന്നാണ്. ബാങ്കുകൾ തമ്മിലുള്ള ഇടപാടുകൾക്ക് ഉപയോഗിക്കുന്ന കറൻസി ആയിരിക്കും ഇത്. വൻകിട ഇടപാടുകൾ എന്ന് പറയാം. ചെറിയ ഇയും രൂപയുടെ അടയാളവും ക്യാപിറ്റൽ ആറും വന്നാൽ ഈ റുപ്പി റീറ്റെയിൽ എന്നാണ്. സാധാരണക്കാർ തമ്മിൽ ഇടപാടുകൾക്ക് ഉപയോഗിക്കുന്നത് ഈ ചിഹ്നമായിരിക്കും. സാധനങ്ങൾ വാങ്ങാനും അത് ഉപയോഗിക്കാം. ഇനി നോക്കാം അപ്പോൾ എന്താണ് ഡിജിറ്റൽ റുപ്പി എന്ന്. ഇത് CBCD അഥവാ സെൻട്രൽ ബാങ്ക് കൺട്രോൾ ഡിജിറ്റൽ കറൻസി. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് നിയന്ത്രിക്കുന്ന ഡിജിറ്റൽ കറൻസി എന്നർത്ഥം. ആര് നിയന്ത്രിക്കുന്നെന്നോ എവിടെ ഇരിക്കുന്നുവെന്നോ ഏത് രാജ്യത്താണെന്നോ ഉറപ്പില്ലാത്ത ക്രിപ്റ്റോ കറൻസികളുമായുള്ള വ്യത്യാസം ഇത് റിസർവ് ബാങ്ക് നിയന്ത്രിക്കുന്നു എന്നത് തന്നെയാണ്. സ്വകാര്യ കറൻസികളായ നിരവധി ക്രിപ്റ്റോ കറൻസികൾ ഉണ്ടെങ്കിലും അവയൊന്നും ഇതുവരെ റിസർവ് ബാങ്ക് അംഗീകരിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു? 4 ബാങ്കുകളിൽ 4 നഗരങ്ങളിലാണ് ഇത് ആദ്യഘട്ടത്തിൽ ലഭ്യമാവുക. SBI, ICICI, യെസ് ബാങ്ക്, IDFC, ഫസ്റ്റ് ബാങ്ക് എന്നിവയിലാണ് ഇപ്പോൾ ലഭിക്കുക. തൽക്കാലം ഡൽഹി, മുംബൈ, ബംഗളൂരു, ഭുവനേശ്വർ എന്നീ നഗരങ്ങളിൽ. രണ്ടാം ഘട്ടത്തിൽ കൊച്ചി അടക്കം 9 നഗരങ്ങൾ കൂടി വരും. യൂണിയൻ ബാങ്ക് അടക്കം 4 ബാങ്കുകൾ കൂടി പുതിയതായി വരുന്നുണ്ട്. ഇനി ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. നമ്മുടെ ഫോണിൽ സ്ഥാപിക്കുന്ന ഡിജിറ്റൽ വാലറ്റാണ് ഇതിന്റെ ബാങ്ക്. അതിൽ നിന്നുള്ള പണം നമുക്ക് നേരിട്ട് ഇതേ സംവിധാനമുള്ള ആരുടെ വാലറ്റിലേക്കും കൈമാറാം. അതിന് ബാങ്കിന്റെ ഇടനില ആവശ്യമില്ല. ഗൂഗിൾ പേയോ മറ്റ് വാലറ്റുകളോ ഇപ്പോൾ ഉപയോഗിക്കുമ്പോൾ ബാങ്കുകളുടെ ഇടനില വഴിയാണ് അത് നടക്കുക. അതിനു പകരം നമ്മുടെ വാലറ്റിലെ പണം നമ്മൾ നേരിട്ട് കൈമാറുന്നു. അതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സമയം ലാഭിക്കാം എന്നതാണ് പ്രധാന നേട്ടം. നിലവിൽ പ്രിന്റ് ചെയ്തു വെച്ചിരിക്കുന്ന കറൻസി തന്നെയാണ് ഡിജിറ്റലായി കൈമാറുക. അവിടെ പ്രിന്റഡ് കറൻസി ഇല്ല. പിന്നെ ബാങ്കുകൾ വഴി കയറി ഇറങ്ങുന്ന നൂലാമാലകളില്ല. മറ്റൊരു വലിയ വ്യത്യാസം കൂടിയുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ റുപ്പിക്ക് മേൽ ബാങ്കിന് നിയന്ത്രണമില്ല. അതായത് ബാങ്ക് പ്രതിസന്ധിയിലാകുന്ന ഘട്ടത്തിൽ നിക്ഷേപം പിൻവലിക്കാനൊക്കെ നിയന്ത്രണം വരാറുണ്ട്. എന്നാൽ ഈ റുപ്പി ബാങ്കിന്റെ നിയന്ത്രണമില്ലാതെ പിൻവലിച്ചുകൊണ്ട് പോകാം. ഈ സംവിധാനത്തിന് മറ്റൊരു പോരായ്മയുണ്ട്. ഈ വാലറ്റിൽ എത്ര ഈ റുപ്പി ഇട്ടാലും അതിന് പലിശ കിട്ടില്ല. പലിശ കിട്ടാൻ മറ്റു നിക്ഷേപ പദ്ധതികളിലേക്ക് തന്നെ മാറ്റുകയും വേണം. ഇതിന്റെ മൂല്യം രൂപയ്ക്കുള്ള അതേ രാജ്യാന്തര മൂല്യമായിരിക്കും. ക്രിപ്റ്റോ കറൻസി പോലെ റോക്കറ്റ് പോലെ കുതിക്കുകയോ താഴെ വീഴുകയോ ഇല്ല. പക്ഷേ ക്രിപ്റ്റോ കറൻസികൾ അതേ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയാണെന്നതിനാൽ സുരക്ഷിതമാണ് എന്ന് റിസർവ് ബാങ്ക് പറയുന്നു. ഒരു കാര്യം ഉറപ്പാണ്, പോക്കറ്റിൽ കിടക്കുന്ന കാശിന്റെ അതേ മൂല്യം ഫോൺ വാലറ്റിൽ കിടക്കുന്ന ഈ റുപ്പിക്കും ഉണ്ടാകുമെന്നർത്ഥം.